അപ്പോൾ നമ്മളെ വണ്ടി സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പിന്നെ ടെർമിനൽ കട്ട് ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനൊരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ കുറേ ദിവസമായിട്ട് ഇത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഒരു സമയം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബൈക്കിൻ്റെ ഓൾറെഡി ബാറ്ററി പിന്നെ ഫൈൽഡായിട്ട് കുറേ ആയി. അപ്പോൾ ഞാനത് ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അത് ഞാനൊരു പ്രാവശ്യം ഞാനത് പിന്നെ അതിലുള്ളത് ഇപ്പോൾ നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററി ആണല്ലോ നമ്മൾ സാധാരണ ബൈക്കിൽ ഉണ്ടാവാറ്. അപ്പോൾ അതിന് ഞാൻ പിന്നെ അതിൻ്റെ വാറണ്ടി പീരീഡും കഴിഞ്ഞിട്ട് അത് ഡെഡ് ആയതിനു ശേഷം ചാർജ് ബൂസ്റ്റ് ചെയ്തതിനു ശേഷം പിന്നെ യൂസ് ചെയ്തു. പിന്നെ അതിൽ അതിൽ ഞാൻ വാട്ടർ ഫില്ല് ചെയ്തിട്ട് പിന്നെ ഞാനൊരു 6 മാസം യൂസ് ചെയ്തു. അപ്പോൾ അത് വാട്ടർ ഫില്ല് ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് UPS ബാറ്ററിയിൽ വരുന്ന 7H ബാറ്ററി, ഇതുപോലത്തെ ബാറ്ററികൾ നമുക്ക് സാധാരണ അതിൻ്റെ പിന്നെ ബാക്കപ്പ് കമ്മിയായി കഴിഞ്ഞാൽ സാധാരണ ആളുകൾ അത് റീപ്ലേസ് ചെയ്യാണ് പതിവ്. അപ്പോൾ അതിലും നമുക്ക് വാട്ടർ ഫില്ല് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററി പ്രത്യേകിച്ച് ബൈക്കുകളിലൊക്കെ ഉപയോഗിക്കുന്നതിലും നമുക്ക് വാട്ടർ ഫില്ല് ചെയ്യേണ്ട ഒരു സംവിധാനമുണ്ട്. പക്ഷെ അത് ആരും ചെയ്യാറില്ല. പക്ഷേ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ ഒരു 6 മാസം കിട്ടി. ഇപ്പം പിന്നെ തീരെ കിട്ടില്ല. അപ്പോൾ നമുക്കത് ഡെഡായി മാറ്റേണ്ട ഒരവസ്ഥ വന്നു. അങ്ങനെയാണ് ഞാനിപ്പോൾ പിന്നെ ലിഥിയം ബാറ്ററി ഞാൻ തന്നെ തയ്യാറാക്കിയതാണ്. അതായത് നമ്മളെ യൂസ്ഡ് ഡെഡ് ലാപ്ടോപ്പിലെ ബാറ്ററീസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഡെല്ല് ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയാണ്. ഇതിൽ നമുക്ക് 7 സെല്ല് വരും. ഇതുപോലത്തെ 2 ബാറ്ററി വെച്ചിട്ടാണ് ഞാൻ 12 സെല്ലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ബാറ്ററി വരുന്നത് 3.7 വോൾട്ടാണ് വരുന്നത്. 3.7 വോൾട്ട് വരുന്ന ബാറ്ററിയാണ്. അത് ഞാൻ 3 ലെയറായിട്ട് 4 ലെയറായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ പിന്നെ 2 ലെയർ ഞാൻ സീരിയലായിട്ടും 2 ലെയർ പാരലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, എങ്ങനെയാണ് സോൾവ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിലിപ്പോൾ നമുക്ക് ബെനിഫിറ്റ് എന്താണ്, നെഗറ്റീവ് വശം പോസിറ്റീവ് വശം ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഫുള്ളായിട്ട് ഈ വീഡിയോയിൽ തന്നെ കാണാം. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യാതെ നമുക്ക് എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്, ഇതിൽ നമുക്ക് ദോഷമാണോ ഗുണമാണോ എന്നൊക്കെയുള്ള ഞാൻ രീതിയിൽ പറഞ്ഞുതരും. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് ഗുണമാവാനാണ് ചാൻസ്. കാരണം എൻ്റെ അടുത്ത് ഓൾറെഡി ഇതുപോലത്തെ ബാറ്ററികൾ, യൂസ്ഡ് ബാറ്ററികൾ ഇഷ്ടംപോലെ ഉണ്ട്. നിങ്ങളിത് കാശ് കൊടുത്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പിന്നെ എന്തായാലും ലോസ് ആയി കാരണം വരിക. നിങ്ങൾ ബൈക്കിൽ വരുന്ന ബാറ്ററിനെ വാങ്ങിക്കാവും നല്ലത്. കാരണം 1100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബൈക്കിലെ ബാറ്ററിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇത് നമുക്ക് ഒരു ഷെല്ലിന് മാത്രമായിട്ട് വരുന്നുണ്ട്. നമുക്ക് 250 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. പിന്നെ ഒറിജിനൽ ബാറ്ററിയാണ്. അതായത് ഇതിൽ വരുന്നത് ഫിലിപ്സിൻ്റെ ഒറിജിനൽ ബാറ്ററിയാണ്. ഒരെണ്ണത്തിന് 220 രൂപ വരുന്നുണ്ട്. നമുക്ക് മാർക്കറ്റിൽ 95 രൂപ 110 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിലും നമുക്കൊരു 12 ബാറ്ററി ഇതുപോലെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായാലും 1500 1600 വരും പുതിയത് വാങ്ങുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബൈക്കിൻ്റെ ബാറ്ററിനെ വാങ്ങണം. അതുകൊണ്ടാണ് ഇത് കമ്പനികളൊന്നും ഇത് പ്രൊമോട്ട് ചെയ്യാത്. കാരണം ലിഥിയം അയൺ ബാറ്ററിക്ക് എന്തായാലും കോസ്റ്റ് കൂടും. അപ്പോൾ ഇത് നമുക്ക് നേരെ ബൈക്കിൽ ഫിറ്റ് ചെയ്യേണ്ട പ്രോസസ്സിലേക്ക് കിടക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ഈ ഒരു ബൈക്കിലാണ് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോണത്. പിന്നെ ഇതിൽ ഞാൻ 2.5 വർഷത്തോളം ഇതിൽ ഞാനൊരു ബാറ്ററി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 2 വർഷത്തിന് ശേഷം ഞാനൊരു വട്ടം ബൂസ്റ്റ് ചെയ്തു. പിന്നെ അതിന് ശേഷം ഞാൻ വാട്ടർ ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ ഒരു 6 മാസം കിട്ടി. ഇപ്പം നമുക്ക് അതിൻ്റെ സ്റ്റേജൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അത് റീപ്ലേസ് ചെയ്യുക അല്ലാതെ വേറൊരു ഓപ്ഷൻ അല്ല. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നേരിട്ട് കാണാം. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചാവി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓണ് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ലൈറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. കാരണം ഡെഡായിട്ടുണ്ട്, ബാറ്ററി ഫുൾ ഡെഡാണ്. അപ്പോൾ അത് എന്തായാലും മാറ്റണം. കാരണം ഈ ഒരു മാസം ഫുള്ളായിട്ട് അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ കുറേ ദിവസമായിട്ട് മാറ്റണം എന്നിങ്ങനെ വിചാരിച്ചിട്ട്, പക്ഷേ ഇപ്പോഴാണ് ഒരു സമയം കിട്ടിയത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയൊക്കെയാണ് ഞാൻ ഒരുവിധമൊക്കെ വീഡിയോയിൽ എടുക്കാൻ ശ്രമിക്കുക. ക്യാമറ ഫോക്കസ് ചെയ്യാനൊന്നും ആളില്ല, ഞാനൊരുവിധമൊക്കെയാണ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെയൊക്കെ ക്ലിയറാണ്. ഇത് സംഭവം ഈ മഴ പെയ്ത സമയത്ത് ഇത് ഒരു മാസം മുന്നൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അതായത് നമ്മൾ ഒരു 2-3 കിലോമീറ്ററൊക്കെ ഓടിക്കഴിഞ്ഞാൽ സെൽഫ് അടിച്ചിരുന്നു. പിന്നെ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം സെൽഫ് അടിക്കാൻ ശ്രമിച്ചാൽ പിന്നെ കിട്ടില്ല. അതുപോലെ ഓണം അടിയാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഒരു 10-15 ദിവസമായിട്ട് ഓണം അടിയാത്ത രീതിയായി, മൊത്തത്തിൽ ഡെഡായി. അപ്പോൾ ഞാനത് ഈ ബാറ്ററി എങ്ങനെയാണ്, ഇതാണ് ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ബാറ്ററി. ഇത് ഇതിപ്പോൾ ഞാൻ ഒരു 6 മാസം മുന്നേ ഇതിൽ നമ്മളൊരു സിറിഞ്ച് എടുത്തതിന് ശേഷം നമ്മൾ ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്തിരുന്നു. കാരണം ഇതൊന്നും ആരും ചെയ്യാറില്ല. ഞാനിത് എങ്ങനെ ചെയ്തതെന്ന് ഞാനിപ്പോൾ കാണിക്കാം. അതായത് ലെഡ് ആസിഡ് ബാറ്ററികൾക്കൊക്കെ നമുക്കിത് ഇതുപോലെ സീൽ ചെയ്തിട്ടാവും വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എങ്ങനെ വാട്ടർ ഫില്ല് ചെയ്യാമെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് നമ്മൾ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നമുക്ക് മൊത്തമായിട്ട് വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ഒരു ഓള് മാത്രമേ വരുള്ളൂ ഈ ബാറ്ററിക്ക്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇതിൽ വാട്ടർ ഫില്ല് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ചില ബാറ്ററി നമ്മളെ 7AH UPSലൊക്കെ വരുന്ന ബാറ്ററിക്ക് ഇവിടെ ഒരു റബ്ബറിൻ്റെ ബുഷാണ് സാധാരണ വരിക. ഇതുപോലത്തെ ഒരു തെർമോക്കോളിൻ്റെ പോലെ ഒരു പീസാണ് കണ്ടോ. ഇനി ഇതിൻ്റെ അടിയിൽ നമുക്കൊരു റബ്ബർ ബുഷ് വരും. ഈ റബ്ബർ ബുഷ് എടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ വാട്ടർ ഫില്ല് ചെയ്യാം. നമ്മളൊരു സിറിഞ്ച് ഉപയോഗിച്ചതിന് ശേഷം ഇതിനകത്ത് വാട്ടർ ഫില്ല് ചെയ്തതിന് ശേഷം ഇതേപോലെ സീൽ ചെയ്യുക. അപ്പോൾ നമുക്കൊരു 6 മാസം കൂടെ നമുക്കിത് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. അത് കാരണമാണ് ഇപ്പോൾ ഇത് നമുക്ക് പക്ക ഡെഡായി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വോൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് 4 വോൾട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് മീറ്ററിൽ കാണാണ്ടോന്ന് അറിയില്ല, 4 വോൾട്ടാണ് കാണിക്കുന്നത്. ഒരു 9 വോൾട്ടോ അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 10 ഒക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ ഇത് ബൂസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷേ അതിൻ്റെ സ്റ്റേജൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വാട്ടർ ഫില്ല് ചെയ്യേണ്ട സ്റ്റേജ് എപ്പോഴാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വാറണ്ടി പീരീഡിലാണെങ്കിൽ ഒരിക്കലും ചെയ്യരുത്. വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ട് അത് ബാക്കപ്പ് കമ്മിയായെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. അത് ഇലക്ട്രീഷ്യൻ കടയിൽ കൊടുത്തു എന്നിട്ട് അതിന് ശേഷം അത് പിന്നെ നമുക്കൊരു ചിലപ്പോൾ ഒരു 6 മാസം 4 മാസമൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അത് നമുക്ക് ഈ ഒരു എല്ലാ ബാറ്ററിക്കും, അതായത് ലെഡ് ആസിഡ് ബാറ്ററിക്ക് എല്ലാത്തിനും ഇപ്പോൾ ഞാൻ പറയല UPSന് ഉണ്ടാവുന്നു. അപ്പോൾ അതേപോലെ ഒരു ഗ്യാപ്പ് തുറന്നതിന് ശേഷം ഒരു സിറിഞ്ച് എടുത്തിട്ട് ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്താൽ മതി. അതിന് ശേഷം ഒന്ന് നമ്മൾ പുറത്ത് വെച്ചതിന് ശേഷം ചാർജ് ചെയ്യണം കേട്ടോ. അതിന് നേരിട്ട് ബൈക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ചാർജ് ആവില്ല. നമ്മൾ ചാർജ് ചെയ്തതിന് ശേഷം ബൈക്കിൽ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് പിന്നെ ഒരു 6 മാസം പോലെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ബാറ്ററി ഇപ്പോൾ ഇതാണ്. ഇതിപ്പോൾ ഞാൻ ലിഥിയം അയൺ ബാറ്ററിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ വോൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഷോർട്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പിട്ട് ചിറ്റിയതാണ്. ഇത് നമുക്ക് 12 വോൾട്ട് കാണിക്കുന്നുണ്ട്, 11.89, 12 അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം.
ബൈക്കിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിക്കുക. അത് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് അടിക്കേണ്ട സ്ലീവാണ്. ഇത് നമുക്ക് യൂസറുടെ ലാപ്ടോപ്പിൽ നമുക്ക് വരുമ്പോൾ ഞാൻ പറയുന്നല്ലോ, ഏതെങ്കിലും ഒരു ബാറ്ററി ആവും ഫൈൽഡ് ആയിട്ടുണ്ടാകുക. ബാക്കിയുള്ള ബാറ്ററികളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അത് ലിഥിയം അയൺ ബാറ്ററി സീരിയസ് ആയിട്ട് കൊടുക്കുന്ന എല്ലാ ഡിവൈസിലും ഈ ഒരു പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം മിക്ക ആളുകളും അത് മൊത്തം ക്ലിയർ ചെയ്യാൻ നോക്കാറില്ല, ബാറ്ററി അങ്ങനെ റീപ്ലേസ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ നമുക്ക് അതിലുള്ള വർക്ക് ചെയ്യുന്ന ബാറ്ററീസൊക്കെ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം. ഇത് ജസ്റ്റ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് റെഡ് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലുള്ള ബാറ്ററി ലിഥിയമായ ബാറ്ററി ആണെന്നല്ല, ഏത് ബാറ്ററി കൊടുക്കുമ്പോഴും നമുക്ക് ഇവിടെ ഒരു 15 ആംപിയറിൻ്റെ ഒരു ഫ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. മിക്ക ആളുകളും ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. അതായത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മെയിൻ ഫ്യൂസ് നിങ്ങൾ കറക്റ്റ് ആംബിയറിൽ തന്നെ അതിൽ കൊടുത്തിട്ടുള്ളത് എന്തായാലും കൊടുക്കാൻ ശ്രമിക്കുക. കാരണം അത് ബാക്കിയുള്ള ഫ്യൂസുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഏത് രീതിയിലും വേണമെങ്കിൽ കൊടുക്കുക, പക്ഷേ നമുക്ക് വലിയ ഡേഞ്ചറോ കാര്യങ്ങളൊന്നും വരില്ല. ഈ ഒരു മെയിൻ ഫ്യൂസ് നിങ്ങൾക്ക് ഇത് 15 ആംബിയറാണ് വരുന്നത്, അത് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. ചില ആളുകൾ ഈ ഫ്യൂസ് എടുത്തതിന് ശേഷം ജമ്പർ ആംബിയർ കൂടി കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇത് കൊടുത്തിട്ടുള്ളത് 2.5 ആണ് കേബിൾ. മിനിമം 4.7 വേണം. നമുക്കിതുപോലത്തെ കേബിൾ KG കൂടിയ കേബിൾ തന്നെ വേണം. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമുക്കൊരു BSM ബോർഡ് എനിക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വന്നതിന് ശേഷമാണ് ഞാൻ അതൊക്കെ ചെയ്യാതെ. അപ്പോൾ ഞാൻ തൽക്കാലം ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത് ഒരിക്കലും ഇങ്ങനെ ചെയ്യാതെ 2.5 എന്തായാലും കൊടുക്കരുത്, 4.7 മിനിമം കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫ്യൂസ് പ്രോപ്പറാണോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കുക. നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു സ്പേസിൽ ഇതിൽ കറക്റ്റായിട്ട് സീറ്റിംഗ് ആണ് കേട്ടോ. നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോകാതിരിക്കാനും ശ്രദ്ധിക്കുക. നമ്മൾ ആ ടെർമിനലിൽ നിന്നുള്ള വരുന്ന കണക്ടർ കാര്യങ്ങളൊന്നും കട്ട് ചെയ്യുക കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ അതിൽ വെച്ചിട്ടുള്ള സാധനം കൊണ്ട് തന്നെ നമ്മൾ ഇത് വെച്ചിട്ട് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, BS6 വണ്ടികളാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ കൊടുക്കുന്ന സമയത്ത് ഞാൻ അത് ഏത് രീതിയിലാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ പറയാം. ഈ ഒരു മെത്തേഡ് ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇത് BA4 ആണ്. BA4 പറഞ്ഞാൽ ഞാൻ ഡയറക്റ്റായിട്ടാണ് കൊടുക്കുന്നത്. BS6 വണ്ടി പറഞ്ഞാൽ സെൻസർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികൾക്ക് ഒരിക്കലും നിങ്ങൾ ഇതുപോലെ കൊടുക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എന്തായാലും ഏത് വണ്ടിയാണെങ്കിലും, ഇതിപ്പോൾ ബൈക്കാണെങ്കിലും ഏതാണെങ്കിലും, ബാറ്ററി ടെർമിനലിൻ്റെ അവിടുന്ന് പോസിറ്റീവ് വരുന്ന ഭാഗത്തുള്ള ഒരു ഫ്യൂസ് അത് നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കുക. ആ ഒരു ഫ്യൂസ് മാത്രം നിങ്ങൾ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ അതേ ആംബിയറിൽ തന്നെ ചെയ്യുക. അത് നമ്മൾ ജമ്പർ ഇട്ടിട്ട് വേറെ സെറ്റ് ചെയ്യരുത്. ബാക്കിയുള്ള ഫ്യൂസുകൾ ഇപ്പോൾ നമ്മൾ ഓണിൻ്റെ അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് അങ്ങനെയുള്ള ഫ്യൂസുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ജമ്പർ കൊടുക്കുക. ഈ ഒരു പീസ് നിങ്ങൾ എന്തായാലും ജമ്പർ കൊടുക്കരുത്. ഇത് നിങ്ങൾ കറക്റ്റ് ആംബിയറിൽ തന്നെ കൊടുക്കുക. അതായത് ഇൻകേസ് എന്തെങ്കിലും ഷോർട്ടോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഫീസ് പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ബാറ്ററി പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ തന്നെ പറയാം. കാരണം ലിഥിയം അയൺ ബാറ്ററി പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലതൊന്നുമല്ല. ഇപ്പോൾ വരുന്ന ഇലക്ട്രിക് വണ്ടികളൊക്കെ സാധാരണ ഈ ഒരു ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഫ്യൂസ് എന്തായാലും പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത് നമുക്ക് ഈ ഒരു സ്പേസിൽ നമ്മൾ കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിട്ട് വെക്കണം. അതിപ്പോൾ നമുക്ക് വണ്ടി പോകുന്ന സമയത്ത് ചെക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം.
അപ്പോൾ ബാറ്ററി ടെർമിനൽ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി വണ്ടി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പിന്നെ ടെർമിനൽ കട്ട് ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആ പിന്നെ വണ്ടിയുടെ ഏത് രീതിയിലുണ്ടായിരുന്നോ അതേപോലെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങളിതുപോലെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വണ്ടി വാറണ്ടി പീരീഡിലാണെങ്കിൽ ഒരിക്കലും ചെയ്യരുത്. അതുപോലെ ഇൻഷുർ കിട്ടാൻ ചാൻസ് ഇല്ല. വാറണ്ടി പീരീഡ് ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കിത് വാറണ്ടി കിട്ടാനും ചാൻസ് ഇല്ല. ഞാൻ നെഗറ്റീവ് വശം എന്ന് പറയുമ്പോൾ ഒരുവിധം പറയാനുള്ളത് കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ലാസ്റ്റ് പറയാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ന്യൂട്രൽ ലൈറ്റ് വർക്കിംഗ് ആണ്, ഓണ് കാര്യങ്ങളും ഓക്കെയാണ്. ഞാൻ ജസ്റ്റ് സെൽഫ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മളെ വണ്ടി സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടി ഓൺ ചെയ്യാണ്. അപ്പോൾ ഒന്നും കൂടി ഓൺ ചെയ്യാണ്. ഈ ബാറ്ററി ഞാൻ ചാർജിങ്ങിലോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ലാപ്ടോപ്പിൽ നിന്ന് ഊരിയതാണെങ്കിൽ നമുക്കതൊന്ന് ശരിക്ക് വണ്ടി ഒരു 10-20 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് കറക്റ്റ് പ്രോപ്പറായിട്ട് ചാർജിങ് കാര്യങ്ങളൊക്കെ ആകുക. അപ്പോൾ നമുക്കത് ഫിറ്റ് ചെയ്യുന്ന പ്രോസസ്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് നമ്മുടെ വണ്ടി കൊണ്ടാണ് കേട്ടോ, ഞാൻ കയ്യിൽ കിട്ടിയ സാധനം കൊണ്ട് പാക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ സാധാരണ നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെക്കണമാവും നല്ലത്. നമുക്ക് വെള്ളമൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ഇത് നല്ലതല്ല. ഞാനിപ്പോൾ കയ്യിൽ കിട്ടിയത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഫിനിഷ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശമുള്ളൂ. ഞാൻ എന്തായാലും ഈ ഒരു കേബിൾ 4.0 ആക്കും. ഞാനത് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്, നമ്മളൊരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇതൊരിക്കലും ചെയ്യരുത്. 2.5 ആണിത്. നിങ്ങൾ എന്തായാലും 4 എന്തായാലും കൊടുക്കാൻ ശ്രമിക്കുക. അതിലൊരു ചാർജിങ് ബോർഡ് കാര്യങ്ങളൊക്കെ ഇതിൽ ഫിക്സ് ചെയ്യാണ്ട്, അതൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷമാണ് പ്രോപ്പറായിട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്നത്. നമ്മളിതൊരു വീഡിയോ എടുക്കാനുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും ഇതുപോലെ ഒന്നും പാക്ക് ചെയ്യരുത്. വേണമെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളുണ്ടല്ലോ, പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം കേട്ടോ. അതാവും ഏറ്റവും ബെറ്റർ. കാരണം ഈ പേപ്പർ ഒരിക്കലും കൊടുക്കരുത്. കാരണം അത് നമ്മൾ വെള്ളം നനയാൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുതിരും. അപ്പോൾ ബാറ്ററി ജെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ഇത് ഫോളോ ചെയ്യരുത്. ഞാൻ താൽക്കാലികം ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഞാനിത് 2-3 ദിവസം ഞാൻ ചെക്ക് ചെയ്തിട്ട് ബാറ്ററി പിന്നെ ഫിറ്റാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാനത് യൂസ് ചെയ്യുക. കാരണം എസ്പെഷ്യലി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ഫ്യൂസാണ്. ഈ ഫ്യൂസ് നിങ്ങൾ നിർബന്ധമായിട്ടും പ്രോപ്പറാണോ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ കേബിൾ നിങ്ങൾ 4.8 ആക്കുക. ഞാൻ 2.2 ആക്കിയിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ, 2 ദിവസം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ പാക്ക് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഇതുപോലെ ഒന്നും പാക്ക് ചെയ്യരുത്. നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്യണം. കാരണം പെട്രോളിൻ്റെ പൈപ്പ് പോകണമെന്ന് നിങ്ങൾക്കറിയാലോ, ഈ ഒരു ബാറ്ററിയുടെ തൊട്ട് മേലെ കൂടെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ ഫ്യൂസ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കേബിള് പിന്നെ മെൽറ്റാൻ ചാൻസ് ഉണ്ട്, പെട്ടെന്ന് ഫയർ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ടും എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്യൂസ് നോക്കുക. അതുപോലെ തന്നെ 4 പിന്നെ കേബിള് kg കൂട്ടാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ പിന്നെ ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങളിത് ഒരിക്കലും ഞാൻ ചെയ്യുന്നത് പോലെ ഫോളോ ചെയ്യരുത്. ഞാനിത് ഇവിടെ പിന്നെ ബാറ്ററി കൊടുത്തിട്ടുള്ളത് നമ്മൾ ചാർജിങ് ബോർഡൊന്നും വെക്കാതെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചാർജിങ് ബോർഡ് വെച്ചതിന് ശേഷമുള്ളൂ ഇതേപോലെ കൊടുക്കാൻ പറ്റുക. അതുപോലെ തന്നെ നിങ്ങൾ BS6 വണ്ടിയാണ് യൂസ് ചെയ്യണമെങ്കിൽ ഒരിക്കലും ഇതുപോലെ ചെയ്യരുത്. BS6 വണ്ടിയാണെങ്കിൽ നിങ്ങൾ ചാർജിങ് ബോർഡ് വെച്ചതിന് ശേഷം ഉപയോഗിക്കുക. കാരണം സെൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് പിന്നെ നിങ്ങളുടെ ബൈക്ക് വാറണ്ടി പീരീഡിലാണെങ്കിൽ ഒരിക്കലും ഇതുപോലെ ചെയ്യരുത്. വാറണ്ടി കിട്ടാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ ഇൻഷുർ കിട്ടാൻ ചാൻസ് ഇല്ല. അതൊക്കെ നമ്മൾ നെഗറ്റീവ് വശത്തിൽ പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളാണ്. പിന്നെ അപ്പോൾ ഞാനിത് തൽക്കാലം ഒരു 2-3 ദിവസം ഞാനിത് ചെക്കിങ്ങിലിട്ടതിന് ശേഷം ഓക്കെ ആണെങ്കിൽ ഞാനൊരു ചാർജിങ് ബോർഡ് ഓൺലൈനിൽ വരുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ വരുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബൈക്ക് പകൽ സമയങ്ങളിൽ നിങ്ങളുടെ ബൈക്ക് ഒരു 30 കിലോമീറ്റർ ഡെയിലി ഒരു 20 കിലോമീറ്റർ ഒക്കെ ഓടുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇതുപോലെ ചെയ്യരുത്. നിങ്ങൾ ചാർജിങ് ബോർഡ് വെച്ചതിന് ശേഷമാണ് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും ഇതേപോലെ കൊടുക്കരുത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക.
ഗായ്സ് നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞു, ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ 1-2 കാര്യങ്ങളും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മളെ മിക്ക വീഡിയോയിലും മിക്ക കൂട്ടുകാരും കമൻറ്റിലൂടെ പരാതി പറയുന്നുണ്ട്, പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞ് വീഡിയോ ലെങ്ത് കൂട്ടുകയാണെന്ന്. എന്നാൽ പോസിറ്റീവായിട്ട് പറയുന്ന ആളുകളുണ്ട്, നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോസിറ്റീവ് കമൻറ്റ് വരുന്നതുകൊണ്ട്. പിന്നെ ഞാൻ തന്നെ എൻ്റെ വീഡിയോ ഞാൻ കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നും, കാരണം പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൈവായിട്ട് നിങ്ങളുടെ മുന്നിൽ കാണിക്കും വേണം, വീഡിയോ എടുക്കും വേണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ്. കാരണം ഞാനൊരു തയ്യാറെടുപ്പും ചെയ്യാതെയാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇതുപോലെയൊക്കെ ചെയ്യുന്ന സമയത്ത്, അത് ഫിറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് അതിൻ്റെ ഇത് മനസ്സിലായത്. കാരണം കുറച്ച് ടൈലും വാങ്ങി വെക്കാമായിരുന്നു തോന്നി. കാരണം നമുക്കത് കേബിളും കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് കെട്ടി വെക്കണമെന്നുണ്ടെങ്കിൽ ടൈ വെക്കാമെന്നുണ്ട്. ഞാൻ ജസ്റ്റ് സെല്ലോ ടൈപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. സെല്ലോ ടൈപ്പ് ഒരിക്കലും നല്ലതല്ല, കാരണം നമ്മൾ മഴയത്തൊക്കെ പോകുന്ന സമയത്ത് അതൊക്കെ നമുക്കത് ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ബാറ്ററി 4 സൈഡിലും ഫില്ല് ചെയ്തിട്ടുള്ളതൊക്കെ ഞാൻ കാർഡ്ബോർഡ് വെച്ചിട്ടാണ്, കവറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാനതിൽ പറഞ്ഞിരുന്നു ഇതിൻ്റെ മുന്നേ തന്നെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഒരു 2-3 ദിവസത്തിന് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്, ഒരു എക്സ്പെരിമെൻ്റ് എന്ന ഉദ്ദേശത്തോടെ ചെയ്തു. പ്രത്യേകിച്ച് BS6 വണ്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ BMS എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാർജിങ് ബോർഡ് കിട്ടും മാർക്കറ്റിൽ. അത് 250-300 രൂപ ഉണ്ട്. അതിൽ തന്നെ 10 ആംസിൻ്റെ ഒരു ഫ്യൂസ് വരുന്ന ഒരു ബോർഡ് ഉണ്ട്. അത് 100-400 രൂപയുടെ അടുത്ത് റേറ്റ് വരും. അത് വാങ്ങിക്കാവും നല്ലത്. അല്ലെങ്കിൽ BMSൻ്റെ ഏതെങ്കിലും ചാർജിങ് മൊഡ്യൂൾ വെക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓവർ ചാർജ്, അതേപോലെ തന്നെ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ബാറ്ററിനെ ലൈഫ് ചെയ്യും. ഇതുപോലെ ഒരിക്കലും നമ്മൾ പിന്നെ ചാർജിങ് ബോർഡ് ഇല്ലാതെ തുറവായിട്ട് നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. കാരണം എന്താ വെച്ചാൽ ബാറ്ററിക്ക് ലൈഫ് കിട്ടില്ല. പിന്നെ നമുക്ക് BMS ബോർഡ് നമുക്ക് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞില്ലേ 150 രൂപയുടെ കിട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഓവർ പ്രൊട്ടക്റ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മിക്ക ആളുകൾക്കും ഇനിയിപ്പോൾ നെഗറ്റീവ് കമൻറ്റ് അതുപോലെ തന്നെ പോസിറ്റീവ് കമൻറ്റുകളൊക്കെ ധാരാളം ഈ ഒരു വീഡിയോക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുവിധമൊക്കെ ആളുകൾ, ചില ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ബാറ്ററി നമുക്ക് 12 വോൾട്ട് പിന്നെ 4 AH വരുന്നത്. നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മൾ 3.7 വോൾട്ടിൻ്റെ 12 ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 6 ബാറ്ററി നമ്മൾ പാരലായിട്ടും 6 ബാറ്ററി സീരിയലായിട്ടുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ഞാൻ 11.8 വോൾട്ടാണ് നമുക്കതിൽ കിട്ടിയിട്ടുള്ളത്. കാരണം എല്ലാ ബാറ്ററിയും കൂടി സീരിയലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 46ഓളം വോൾട്ടോളം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 12 വോൾട്ടാണല്ലോ വേണ്ടത്. കാരണം അതിലിപ്പോൾ നമുക്ക് കൂടുതൽ ഇപ്പോൾ ആളുകളും ചിലപ്പോൾ ചില ആളുകൾ വിചാരിക്കും എന്തിനാ ഇപ്പോൾ ഇനി 12 വോൾട്ടിന് വേണ്ടിയിട്ട് ഇത്രയും ബാറ്ററികൾ കയറും. കാരണം 3 ബാറ്ററി ഉണ്ടെങ്കിലും നമുക്ക് 4 ബാറ്ററി ആണെങ്കിൽ പോലും 12 വോൾട്ടിൻ്റെ മേലേക്ക് കടന്നു. അപ്പോൾ അത് പോരെന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് ഓൺ അടിക്കാൻ, അതുപോലെ തന്നെ ലൈറ്റ് അങ്ങനെ കാര്യങ്ങൾക്ക് മാത്രമേ പിന്നെ ഇൻഡിക്കേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ നമുക്ക് 3 ബാറ്ററി യൂസ് ചെയ്താൽ മതി. കാരണം ഒരു കുഴപ്പമില്ലാതെ നമുക്കത് യൂസ് ചെയ്യാം. പക്ഷേ സെൽഫ് അടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആംബിയർ എടുക്കണം. ആംബിയർ ഇല്ലാതെ ഒരിക്കലും, ഇപ്പോൾ 12 വോൾട്ടിലാണ് സെൽഫ് മോട്ടർ വർക്ക് ചെയ്തെങ്കിലും ആംബിയർ വേണം. ആംബിയറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 12 ബാറ്ററി പാരലായിട്ടും സീരിയലായിട്ടും കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞിരുന്നത് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ബാറ്ററി, ലാപ്ടോപ്പ് ബാറ്ററി ഒക്കെ റെക്കമെൻഡ് ചെയ്യണത് പിന്നെ MAH ആണ്. നമ്മൾ ഇതുപോലെ ബൈക്കുകൾ അതുപോലെ തന്നെ വീട്ടിലെ ഇൻവേർട്ടർ ബാറ്ററി ഒക്കെ റെഫറൻസ് ചെയ്യണത് AH-ലാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ബാറ്ററി 3.7 വോൾട്ട് വരുന്ന ബാറ്ററി, ഒരു ബാറ്ററി വരുന്നത് 600 mAh ആണ്. 600 mAh × 12, 600 × 12. അപ്പോൾ നമുക്ക് 7200 mAh ആണ് ഇപ്പോൾ ഞാനിപ്പോൾ ആ 12 ബാറ്ററിയും കൂടി കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വരുന്നത് 4 AH ആണ്. അതായത് 4 AH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു AH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 mAh ആണ്, മില്ലി ആംബിയർ അവർ. അതായത് ഒരു ആംബിയറിന് വരുന്നത് നമുക്ക് ഒരു AH-ന് വരുന്നത് 1000 മില്ലി ആംബിയർ ആണ്. അപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ബാറ്ററിനേക്കാൾ ഇതിപ്പോൾ 4000 പിന്നെ ഇതിപ്പോൾ നമുക്ക് മൊബൈൽ ബാറ്ററിയിൽ MAH-ൽ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ 4000 mAh ആണ്. 4000 mAh ബാറ്ററിയാണ് വരിക. കാരണം 4 AH ആണല്ലോ. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് 7200 mAh ആണ്. അപ്പോൾ ഇതിനേക്കാളും ആംബിയറും കാര്യങ്ങളും ലൈഫും കിട്ടുക അതാണ്. പക്ഷേ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരിക്കലും ഇത് നിങ്ങൾക്ക് പുതിയത് വാങ്ങിക്കലും ഒരിക്കലും നമുക്ക് കോസ്റ്റ് കൂടും. ലിഥിയം അയൺ ബാറ്ററിക്ക് കോസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ നമുക്ക് 1200 1100 റേഞ്ചിൽ നമുക്കിത് പിന്നെ 48, ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 48 മന്ത് വാറണ്ടി ഉണ്ടെന്ന്. പക്ഷേ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ 3 വർഷത്തോളം യൂസ് ചെയ്ത ലാപ്ടോപ്പിൻ്റെ ഡെഡ് ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയാണ്. ഇപ്പോൾ ഇത് നമുക്ക് എല്ലാ ലാപ്ടോപ്പിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. കാരണം ഒരു ബാറ്ററി മാത്രമാണ് ഇതിൽ വീക്കായിട്ട് വരുള്ളൂ, ബാക്കിയുള്ള നമുക്കൊക്കെ വർക്ക് ചെയ്യും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് പ്രോഫിറ്റാണ്. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെ ഒരിക്കലും പുതിയ ബാറ്ററി, ലിഥിയം അയൺ ബാറ്ററി വാങ്ങിക്കൽ. ഇപ്പോൾ കമ്പനി എന്തുകൊണ്ടാണ് ഇത് പിന്നെ സപ്പോർട്ട് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ തന്നെയാണ്, ലിഥിയം അയൺ ബാറ്ററിക്ക് റേറ്റ് കൂടുതലാണ്, അത്രേ ഉള്ളൂ. ലിഥിയം അയൺ ബാറ്ററി ഷോർട്ട് സർക്യൂട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെൽറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫ്യൂസിൻ്റെ കാര്യത്തിൽ ആ കറക്റ്റ് ആംബിയറിൽ തന്നെ കൊടുക്കുക. ആ ആംബിയറിനേക്കാൾ കൂടിയ 4 മടങ്ങ് കൂടിയ 4.0ൻ്റെ
പിന്നെ KG കൂടിയ പിന്നെ കേബിൾ തന്നെ കൊടുക്കാനും ശ്രദ്ധിക്കുക. അത് പിന്നെയും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊടുത്തിട്ടുള്ളത് അതാണ്. ഞാൻ എന്തായാലും ഒരു ടെസ്റ്റിംഗ് പീരീഡിൽ കൊടുത്തിട്ടാണ് ഒരു 2-3 ദിവസം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനതൊക്കെ മാറ്റി ഞാൻ എന്തായാലും BSNS ബോർഡ് കൊടുന്ന് ചാർജിങ് ബോർഡ് കൊടുന്ന് ഫിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.